വിശപ്പിന്റെ വിളി വന്നപ്പോ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട ഓർമ്മ വന്നത്. അപ്പൊ വേഗം നമുക്കൊരു ലഞ്ച് സെറ്റ് ചെയ്യാം. ഇപ്പൊ കുറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കുന്നത് ഒറ്റത്തരാണെങ്കിലും അത് കുറച്ച് സ്പെഷ്യലാണ്. ഇലയൊക്കെ വാട്ടിയെടുക്കുന്ന കണ്ടിട്ട് ഇതിപ്പോ പൊതിച്ചോറിനുള്ള പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് അതല്ല മിസ്റ്റർ. നമുക്കൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കാൻ ഉണ്ട് കേട്ടോ, നല്ല തേങ്ങാപ്പാലൊക്കെ കഴിച്ചൊരു മസാല. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മീൻ പൊരിച്ചയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ അതിനെ നല്ല മീൻ പൊള്ളിച്ച് തന്നിട്ടുണ്ടാക്കുന്നത് ഇത് മാത്രം മതി, എത്ര ചോറും പോകും. ഇതിപ്പോ കെട്ടിപ്പൊതിഞ്ഞു വെക്കുന്നതിനെ പറ്റി എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല, എന്നാലും അറിയുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോ പൊള്ളിച്ചെടുക്കേണ്ട പരിപാടിയുടെ ഉള്ളൂ. അതിന് വേണ്ടിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി വെച്ച് നമ്മൾ സംഭവം ഇങ്ങോട്ട് ഇറക്കി വെക്കാം. ഇതൊന്ന് തിരിച്ചു മറിച്ചോട്ട് എടുത്ത് കഴിഞ്ഞില്ല നമ്മൾ മീൻ പൊള്ളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. 1 മണിക്ക് മുന്നേ തുടങ്ങിയ പരിപാടി നമ്മൾ 2 മണിക്ക് മുന്നേ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചൂടോടെ അങ്ങോട്ട് കഴിക്കാം. ഇനി ഇതിനെ പറ്റി ഒരു 2 വാക്ക് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് തോന്നില്ല, കാര്യം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പൊ ഒരു പാത്രത്തിലെ കുറച്ച് ചോറും സാമ്പാറും അച്ചാറും ചമ്മന്തിയും നമ്മളെ മീൻ പൊള്ളിച്ചതും കൂടി ആയിപ്പോണ്ടല്ല. എന്റെ മോനെ ഉഷാറായി. ഇതൊന്നും ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നല്ലേ? ഇല്ല, ഇതൊക്കെ ഞാൻ ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അപ്പൊ